നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ പ്രഭ, സ്വസ്തി സിദ്ധ നാച്ചുറോപ്പതി ആൻഡ് വർമ്മ ക്ലിനിക്, കാലിക്കറ്റ്. പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ കാലുകളിൽ നീര് വരാം. പ്രധാനമായിട്ടും എന്തെങ്കിലും സ്പ്രെയിൻ, ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് കാലുകളിൽ ഉണ്ടാവാറുണ്ട്. ഇതുകൂടാതെ വെരിക്കോസ് വെയിൻ കണ്ടീഷനിൽ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാതെ വരുമ്പോൾ കാലുകളിൽ നീര് വരാറുണ്ട്. സെല്ലുലൈറ്റിസ് പോലുള്ള കണ്ടീഷനിലും നീർക്കെട്ട് വരാറുണ്ട്. ഇതുകൂടാതെ ഹൃദയ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ഒരു ബ്ലഡ് പമ്പിങ് കറക്റ്റ് ആവാതെ വരുമ്പോൾ കാലുകളിൽ നീര് വരാറുണ്ട്. സാധാരണ വൈകുന്നേരങ്ങളിൽ നീര് അമിതമായിട്ട് കാണാറുണ്ട്. പിന്നെ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ ആ ഒരു മൂത്രത്തിൻ്റെ ഫിൽട്രേഷൻ ശരിയായി നടക്കാതെ വന്നാലും കാൽപാദങ്ങളിലാണ് കൂടുതലും നീര് കണ്ടുവരുന്നത്. ലിവർ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളപ്പോൾ ബ്ലഡിൽ ആൽബുമിൻ്റെ അളവ് കുറയുകയും ടിഷ്യൂലേക്ക് ഒരു ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും കാലുകളിലെയും വയറിലെയും ആ ഒരു ടിഷ്യൂലേക്കാണ് ഫ്ലൂയിഡ് ലീക്കേജ് ഉണ്ടാവുന്നത്. അപ്പോഴും നമുക്ക് കാലുകളിൽ നീര് അമിതമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇതുകൂടാതെ ഭക്ഷണത്തിൽ അമിതമായി ഉപ്പ് ഉൾപ്പെടുത്തുകയും വേണ്ടത്ര വെള്ളം കുടിക്കാതെ വരികയും ചെയ്താലും കാലുകളിൽ നീർക്കെട്ട് വരാറുണ്ട്. താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസിലൊന്ന് നമുക്ക് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക, കാല് കുറച്ച് സമയം ഉയർത്തി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർബൽ ഓയിൽസ് അപ്ലൈ ചെയ്ത് ലൈറ്റായിട്ടുള്ള മസാജ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് ആ നീരിനെ കുറയ്ക്കാൻ സാധിക്കും.